അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. കഴിഞ്ഞ മാസം 22-ാം തീയതി അമ്മ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്മ ഹോസ്പിറ്റലൈസ്ഡായി. ഇപ്പം നമ്മളോടൊപ്പം ഇല്ലാതായി. കഴിഞ്ഞ ദിവസം അമ്മയുടെ സഞ്ചയനമായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ ഞാൻ അറിയിച്ചിരുന്നു. ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും എന്നെ അറിയാവുന്നവരായാലും അറിയാത്തവരായാലും എല്ലാവരും എന്നെ വിളിച്ച് അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അമ്മയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എങ്കിലും ഇനി 16 വരുന്നുണ്ട്, അടുത്ത ഞായറാഴ്ചയാണ്. അതുകൂടെയൊക്കെ കഴിഞ്ഞാലേ നമുക്ക് കംപ്ലീറ്റ് നമ്മളിതിലേക്ക് വരാൻ പറ്റുള്ളൂ. എങ്കിലും ഇതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് സ്പ്രിങ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മാല ഞാൻ എന്താ ചെയ്തത്, 4 ലെയറാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. 3mm വെച്ചിട്ടുള്ള 4 ലെയർ. ഇത് ഞാനങ്ങ് നേരത്തെ ചെയ്ത് വെച്ചു. ഇതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങളെ കാണിച്ച് തരാനായിട്ട് ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് ചെയ്ത് വെച്ചു. 4 ലെയർ, അതായത് 4 സൂചി കൊരുത്ത് നേരത്തെ എല്ലാം ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് നമ്മൾക്ക് ഇവിടെ ഇരുന്ന് കാണിച്ച് തരാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 2 ലെയറോ 3 ലെയറോ 5 ലെയറോ 6 ലെയറോ ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇത് 3mm ആയതുകൊണ്ട് ഇത് 4 ലെയർ മാക്സിമം അതായിരിക്കും നല്ലത്. പക്ഷേ 2mmലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ചെറിയ ക്രിസ്റ്റലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ ക്രിസ്റ്റൽ എടുക്കുക. അത് വന്നിട്ട് വേണം ഈ കട്ടിക്ക് എടുക്കുക. അതപ്പോൾ 5 6 ലെയർ നമുക്ക് ലെയറായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു കട്ടി കിട്ടും. ഉദ്ദേശം ഈ ഒരു കട്ടിയെങ്കിലും വേണം. പിന്നെ ലെയറായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയിടാം. അതുകൊണ്ട് ഇങ്ങനെ മിഡിൽ പ്ലേറ്റൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതല്ല നമ്മളിതെല്ലാം ചുമ്മാതെ കൊരുക്കല്ല. ഇതിനൊക്കെ കണക്കുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം 15 മുത്ത് വെച്ചാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഞാൻ 30 എടുത്തിട്ടുണ്ട്. 30 എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാറുണ്ടല്ലോ, ഈ ഗോൾഡൊക്കെ ഈ ബാക്കിലോട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ 30 കൊടുത്തേക്കുന്നത്. പിന്നെ കഴുത്തിൻ്റെയൊക്കെ വണ്ണം കൂടുതലുള്ളവർക്ക് 30 നിൽക്കത്തില്ല. അത് അവരവർ നോക്കി കണ്ട് ഇവിടം വരെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കണക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇതെൻ്റെ കഴുത്തിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിരയായിട്ട് വേണമെങ്കിലും നമുക്ക് ലെയറായിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോഴതിൻ്റെ മിഡി പ്ലേറ്റ് ഇതുപോലെ ഇടയ്ക്കിട്ട് കൊടുക്കണമെന്ന് മാത്രം. അപ്പോഴിതിങ്ങനെ കറക്റ്റേ കിടക്കും. അതല്ല നമുക്ക് മിഡി പ്ലേറ്റ് വേണ്ട, നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇടാൻ ഉദ്ദേശിക്കുന്നത്, അതും നല്ലൊരു രസം. ഇങ്ങനെ ഇടാം. ഇങ്ങനെ കിടന്നോളും. ഇങ്ങനെ കിടക്കും കണ്ട. പിന്നെ ചുമ്മാ വേണമെങ്കിലും ഇടാം, ഒരു കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഷേപ്പ്ലെസ് ആയിട്ട് വേണമെങ്കിലും ഇടാം. പിന്നെ ഈ ട്യൂബ് ഇച്ചിരി ദൂരോട്ടോ കണക്കില്ലാതെ ഇച്ചിരി ദൂരോട്ടോ, പക്ഷെ ഓരോന്ന് കൊടുക്കുമ്പം ഇച്ചിരി ഒന്ന് കണക്ക് കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഇച്ചിരി ദൂരെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗോൾഡ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം ചെയ്ത് വെച്ച് നമുക്കിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്രയും സൂചി കൊടുത്തിട്ട് കാണിക്കാനോ ഒന്നും പറ്റത്തില്ല. സമയമില്ല. സമയം വെച്ചാൽ ഒത്തിരി ടൈം വേസ്റ്റായി പോയില്ലേ, അതുകൊണ്ടാണ്. ഇത് ഞാനൊരു പ്ലേറ്റഡിൻ്റെ ഒരു ഹുക്ക് ആൻഡ് ചെയിൻ ലോങ് ആണ് എടുത്തിട്ടേക്കുന്നത്. അതായത് നമുക്ക് ത്രെഡ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇത് പ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവമാണ്, നല്ല സാധനമാണ്. ഇതിൻ്റെ കുറേ സാധനം എസ്കൊളുത്ത്, സ്റ്റാർട്ട് റിങ്, ഇങ്ങനത്തെ ലോങ് ചെയിൻ എല്ലാം പ്ലേറ്റഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ പ്ലേറ്റഡ് ആക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ബോളും പ്ലേറ്റഡാണ്. ബിന്ദി ബോളിൻ്റെ ഒരു വലിയ സൈസാണ്. അത് നമുക്ക് ഇതുപോലെയൊക്കെയുള്ള മാലകൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാം. അതിനുവേണ്ടി ഞാൻ പ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കാനൊന്നുമില്ല. കാര്യം എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ ഓരോ മാല എങ്ങനെയാണ് എൻഡിൽ തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നൂലാദ്യം കൊരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ പശ തേച്ചിട്ട് ഇവരെല്ലാം കൂടെ ഒന്നാക്കിയിട്ട് ഈ ബോൾ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം 3mm ക്രിസ്റ്റലാണ്. പിന്നെ ഇതിൻ്റെ പല കളർ ഉണ്ടാക്കണമെന്ന് എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് സാധാരണ അങ്ങനെയാണല്ലോ, ഞാൻ ഒരു മാലയായിട്ട് നിങ്ങളുടെ അടുത്ത് വരാറില്ല. അപ്പോൾ ഇത് 3mm. പിന്നെ ഈ ട്യൂബ് സ്പ്രിങ് ട്യൂബാണ്. നമ്മളിതിന് മുമ്പ് നിങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ് ട്യൂബ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. 2 ലെയർ മതിയെന്ന് പറയുന്നവർക്ക് നോക്കൂ, 2 ലെയർ ഉണ്ടാക്കി കൊടുക്കാം. നോക്കാം, കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡി പ്ലേറ്റ് കൊടുക്കാം. 2 ലെയറിൻ്റെ മിഡി പ്ലേറ്റ് കാണുമല്ലോ, അതങ്ങോട്ട് കൊടുത്തു പോയി. ഇത് രസമുണ്ട്. ഞാൻ ഒരു 6 ലെയറായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഭയങ്കര ഇതായി പോകും. അതുകൊണ്ട് 4 ലെയറിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ എന്തിനാണ് എൻഡ് ഞാൻ ഫിനിഷ് ചെയ്തില്ല, ആ എൻഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. സ്പ്രിങ് ട്യൂബ്, അത് 40 പീസാണ് നമ്മുടെ ഒരു പാക്കറ്റിലുള്ളത്. അത്രയും വാങ്ങിച്ചെടുത്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ബിന്ദി ബോളിൻ്റെ ഡിസൈൻ ബോളാണിത്.
അത് പ്ലേറ്റഡ് ആണ്. പിന്നെ ഹൂക്ക് ആൻഡ് ചെയിന് അതിൻ്റെ സ്മോൾ സൈസ്, ഇത് ലോങ് സൈസ്. ഇതൊക്കെ ഞാൻ വെച്ചേക്കുന്നതേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ. പ്ലേറ്റഡുകളാണ് ഇതെല്ലാം. ഞാനപ്പോൾ ഇതിൻ്റെ എൻഡ് ഫിനിഷ് ചെയ്യാതെ വെച്ചേക്കായിരുന്നു. എൻഡ് നിങ്ങൾക്ക് കാണണമല്ലോ, എന്തായാലും എൻഡ് ഞാൻ കാണിച്ചു തരാം. ഇതിനെല്ലാം അവിടെ ചേർത്ത് പിടിച്ച് വെച്ചിട്ട് ഈ ഒരു ബോൾ എടുക്കുക. ഈ തീരെ പിന്നെ ഹോള്, ഈ ബോളിൻ്റെ ഹോള് കുറഞ്ഞതാണെങ്കിൽ വലിയ പാടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇത് കറക്റ്റാണ് ഹോൾ. 10 സൂചി വേണേലും കയറിപ്പോവും. ഇതിപ്പോൾ 4 സൂചിയുള്ളേ. ഇതിനെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇതിൻ്റെ എൻഡുമായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ലോങ് ചെയിൻ ആണ്. നല്ല ഉറപ്പുണ്ട് കേട്ടോ. ചെയിന് പ്ലേറ്റ് ചെയ്തപ്പോഴേ നല്ല സംഭവമാണ്. സൂചി എല്ലാം കയറ്റിയതാണ്ട് ഇങ്ങനെ വയ്ക്കുക, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയൊക്കെ ഇരിക്കും. അതിനെയൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് ലെവൽ ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് ഈ നൂലുകളെല്ലാം അവിടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വെച്ചോണം. അല്ലെങ്കിൽ ഇതാണ്ട് ഓരോ നൂലിൻ്റെ ഇടയിൽ കൂടെ ഇത് മൊത്തം അങ്ങോട്ട് കയറിപ്പോവും. അതുകൊണ്ട് പിന്നെ അത് വല്ല ബുദ്ധിമുട്ടുമാണെങ്കിൽ ഓരോ സൂചിയായിട്ട് നമുക്ക് വേണമെങ്കിലും കയറ്റി വിടാം. കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഓരോ ഇങ്ങോട്ട് വരില്ല. അതാണ്ട് ഇതിപ്പോൾ കുഴപ്പമില്ല, കണ്ടോ, എല്ലാം കയറിയിട്ടുണ്ട്. നിങ്ങൾ ഓരോ സൂചിയായിട്ട് കയറ്റി വിട്ടാൽ മതി കേട്ടോ. ഒന്നിച്ചൊന്നും കയറ്റാൻ നിൽക്കണ്ട. എന്നിട്ട് വേണം ഇതിനെല്ലാം വലിച്ച് ഓരോ സൂചിയും വലിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതാണ്ട് നൂലൊക്കെ കിടക്കുന്ന കാണാൻ പറ്റും. അതിപ്പം കെട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നെങ്കിൽ അത് ശരിയാവില്ല. വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഓക്കെ അല്ലേ, എല്ലാം ആയല്ലോ. ഇനിയിപ്പോൾ എന്താ എവിടെയോ ഒരെണ്ണം കൂടിയുണ്ട്. എല്ലാം നോക്കിക്കണ്ട് വലിച്ചെടുത്തോണം. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചോണം എവിടെയോ നമ്മുടെ നൂല് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. എന്താണ് ഇത് കണ്ടോ, ഒരെണ്ണം വരാതെ നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വലിച്ച് നോക്കണം അത് എവിടെയാണ്, ഏതാണ് സംഭവം എന്നുള്ളത്. അപ്പം ഇതാണ്. അപ്പം അതാണ്ട കയറിയണ്ട. ഇങ്ങനെ നമ്മൾ ഓരോന്നും നോക്കി വേണം ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കെട്ടിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്, അയ്യോ ഇതാ ഇവിടെ ഇരിക്കുന്നെന്നുള്ളത്. ഇനി എന്ത് ചെയ്യണം എന്ന് പറയാം, ഈ 2 സൂചി വെച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് അവിടെ കെട്ടിക്കൊടുക്കണം. എവിടെ കെട്ടണം? ഈ ബോളിൻ്റെ ഇടയ്ക്കായിട്ട് കെട്ടണം. അപ്പോൾ നമ്മുടെ ഈ കെട്ടൊന്നും ഈ ഭാഗത്തേ വന്നിട്ടില്ല, കണ്ടോ, ഈ ഭാഗത്തേ വന്നിട്ടില്ല. സാധാരണ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ഇട്ടങ്ങ് കെട്ടും. കെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതിന് മുൻപേ ഈ പശ കൊടുത്തോണം. ഇവിടെ നമ്മൾ ഒരുപാട് ഇവിടെ കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പിന്നെ ആദ്യം കെട്ടുന്ന പോലെ ആയിപ്പോയി. ഇവിടെ ഇട്ട് കെട്ടി അങ്ങനത്തെ ഒരു നൂല് കാണും. അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ ഈ 2 സൂചി വെച്ചാണ് നമ്മൾ കൊരുത്തേക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ അകത്തോട്ട് കയറി, കണ്ടോ, നമ്മുടെ കെട്ടകത്ത് പോയി. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം, ഈ ഓരോ സൂചിയും ഞാൻ ഇപ്പം 4 ലെയർ ഉണ്ടല്ലോ, ഓരോ ലെയറിനകത്തൂടെ കയറ്റി വിട്ട് അവിടെ ഇട്ട് ഞാൻ കട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ വിട്ട് ഞാൻ കട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഒരു മനുഷ്യർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പറ്റുന്ന അത്രയും കയറ്റി വിടുക. ഓരോ നൂലിലും ഓരോ സൂചി വെച്ച് വേണം ഇറങ്ങി പോകാനായിട്ട്. അല്ലെങ്കിൽ 4 നൂലും ഉണ്ടല്ലോ. അപ്പോൾ 4 നൂലിനകത്തൂടെ ഓരോ സൂചി ഇങ്ങനെ കയറ്റി വിടുക. ഇതുപോലെ കയറ്റി വിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. കെട്ടാനൊന്നും പോകണ്ട, ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഇതേലെ കത്രിയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ചേർത്ത് വെച്ച് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഒരു ഫിനിഷിങ് വേണം. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വന്നിട്ട് അവസാനം നൂലൊക്കെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാര്യം. നമ്മൾ സ്വന്തമായിട്ട് ഇടുകയാണെങ്കിൽ അത് കുഴപ്പമില്ല, ആരും കാണത്തില്ലെന്ന് പറയും. ഇത് ഒരാൾക്ക് സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാറ്റലോഗിനകത്ത് കയറി നോക്കുക. വാട്സപ്പിനകത്ത് ഇപ്പോഴും വാട്സപ്പിനകത്ത് കാറ്റലോഗ് നോക്കാൻ അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്. ഞാനത് പറഞ്ഞു തരാം, എങ്ങനെയാണ് കയറുന്നത് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. അപ്പം നമ്മുടെ കെട്ടും കാണത്തില്ല, ഒന്നും കാണത്തില്ല, കണ്ട തിരിച്ചു കയറിയതാണ്. ഈ ഇറങ്ങാൻ വലിയ പാടൊന്നുമില്ല, ഈ കയറാനാണ് ഇച്ചിരി പാട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മാല ഫിനിഷിങ് ഇതുപോലെ ഏത് കളർ വേണേലും നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ വേണേലും ചുമ്മാ വേണമെങ്കിലും ഇടാം. കുഴപ്പമൊന്നുമില്ല. എൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ ഒരു അടിപൊളി മാല കിടപ്പുണ്ട്.
ഞാൻ ഈ ക്രിസ്റ്റൽ ഇപ്പം 4 ലെയറായിട്ടാണല്ലോ നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങൾ വിചാരിക്കും 4 ലെയർ മതിയെന്ന്. ഒരിക്കലുമല്ല. ഇതിന് വന്നിട്ട് ഞാനൊരു 7 ലെയർ ക്രിസ്റ്റൽ എടുത്തിരിക്കുകയാണ്. മനസ്സിലായോ? 7 ലെയറെങ്കിലും കുറഞ്ഞത് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മാല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് സാധാരണ ഇറക്കം ഇത്രയും വേണമെന്നുള്ളവർക്ക് വേണ്ടിയാണ് ഇത്രയും വന്നേക്കുന്നത്. അതല്ല നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കിടന്നാൽ മതി എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 6 ലെയർ 5 ലെയർ അത്യാവശ്യമായിട്ട് എടുത്തിരിക്കണം. ഇച്ചിരി കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ദോഷവുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവം തീർന്നു പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മറ്റേത് ഇച്ചിരി അധികത്തിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ കൂടുതലും ഓരോ ഡ്രസ്സിനനുസരിച്ചുള്ള ഓരോ കളറുകൾ തിരഞ്ഞെടുക്കുക. പിന്നെ ബ്ലാക്ക്, മെറൂണ്, ഗ്രീന് ഇതൊക്കെയാണ് എപ്പോഴും ഈ മാലകൾ ഭയങ്കര ഡിമാൻഡ് കൂട്ടുന്നത്. അപ്പം ഇത് നമുക്ക് വേറൊരു കാര്യം, നമുക്ക് കുഞ്ഞു പേളിൽ 3mm പേള്, ആ പേളിൽ ചെയ്താലും ഇത് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ മാല ഇവിടെ കൊണ്ട് തീർന്നു. ഇപ്പോഴും പലർക്കും കാറ്റലോഗ് നോക്കാനായിട്ട് അറിയത്തില്ല. അവരെങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് അവർക്കറിയത്തില്ല. ഇപ്പോഴും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയെന്ന് ഞാൻ പറയാം. ആദ്യം ഇതിൽ കാണുന്ന ഈ നമ്പറില്ലേ, അതൊന്ന് സേവ് ചെയ്യുക നിങ്ങൾ. അത് കഴിഞ്ഞ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇതാ ഇങ്ങനെ വരും വാട്സപ്പ്. ഇതിൽ ഈ കാണുന്ന കാർട്ട് പ്രസ് ചെയ്യുക. ഈ പ്രൊഫൈൽ, എൻ്റെ പ്രൊഫൈൽ ഇതുപോലെ വരും. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള സംഭവം നമ്മൾ ഇതുപോലെ ഓരോന്നോരോന്ന് നോക്കുക. ആദ്യം നിങ്ങൾ ഇതുപോലെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ളത് പിന്നീട് നമ്മൾ ഒന്നേന്ന് ആഡ് കൊടുത്ത് പോവുക. അങ്ങനെ ഒരെണ്ണമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 1 കൊടുത്താൽ മതി. അതല്ല 2 വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പ്രസ് ചെയ്യുക. അങ്ങനെ 2, 3 ഇങ്ങനെ പലതവണ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 5 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ 5 പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്താൽ മതി. അതിന് ശേഷം മാത്രം വേണം നിങ്ങളെല്ലാം ആഡ് കൊടുത്തതിന് ശേഷം മാത്രം വേണം, അവസാനം വേണം നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കാനായിട്ട്. പ്ലേസ് ഓർഡർ ലാസ്റ്റേ കൊടുക്കാവൂ. കാര്യം എന്ന് വെച്ചാൽ അപ്പോഴും നമുക്ക് ഒറ്റ ബില്ലായിട്ട് വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കല്ലേ ദയവ് ചെയ്ത്. പിന്നെ ചിലർക്കാണെങ്കിൽ പിന്നെ എഴുതിയിടുന്നുണ്ട്. പിന്നെ അത് അത്രയും ചിലപ്പോൾ സൈസ് അറിയാൻ വയ്യെങ്കിൽ മാത്രം നിങ്ങൾ വളയുടെയൊക്കെ സൈസ് അറിയില്ലെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്തിരിക്കണേ. കാര്യം നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈസ് എടുത്ത് വെക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് കാറ്റലോഗ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്പർ സേവ് ചെയ്യാതെ ഒരു കാര്യം നടക്കത്തില്ല. എങ്കിലേ നമുക്ക് വാട്സപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുത്തതിന് ശേഷം ഞങ്ങൾക്കിവിടെ മെസ്സേജ് വരും. അപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പരും കൊറിയർ ചാർജും ടോട്ടൽ എമൗണ്ട് എത്ര ആയെന്നുള്ളത് നിങ്ങൾക്ക് അയച്ചു തരും. ജിപേ ചെയ്തതിന് ശേഷം അഡ്രസ്സും സ്ക്രീൻഷോട്ടും ഞങ്ങൾക്ക് അയച്ചു തരിക. ഇവിടുന്ന് 2 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് സാധനങ്ങൾ അവിടെ എത്തുന്നതാണ്. പ്രൊഫഷണൽ കൊറിയറുണ്ട്, DTDC ഉണ്ട്. അപ്പോൾ ഇത് പരിസരത്തുള്ള ഏറ്റവും അടുത്തുള്ള കൊറിയർ ഏതാണെന്നുള്ളതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ.